ഹായ്, എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാൻ ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മൈസൂരിൽ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിവിടെ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജോലി എന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. എല്ലാവരും ചോദിക്കും, ഒരുപാട് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തോന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറിക്ക് സർജനെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുകയും വേണ്ട എക്യുപ്മെൻറ്റ്സുകളും ഇൻസ്ട്രുമെൻറ്റ്സുകളും അവർക്ക് വർക്കിങ്ങോടുകൂടി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനസ്തറ്റിസ്റ്റിനെ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തും അനസ്തേഷ്യ കൊടുത്ത ശേഷവും പേഷ്യൻറ്റിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ജോലിയുടെ സാധ്യതകൾ. ഇന്നത്തെ കാലത്ത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആൻഡ് അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന ഡെസ്റ്റിനേഷനിലോ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് എബ്രോഡുകളിലായാലും അല്ലെങ്കിൽ ഇന്ത്യയിലായാലും നമുക്ക് ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഞാനിവിടെ 5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി മൈസൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം റോബോട്ടിക് സർജറി, ഏറ്റവും അത്യാധുനികമായ സർജറികളൊന്നായ റോബോട്ടിക് സർജറി മൈസൂരിലെ ഫസ്റ്റ് സർജറി ഭാരതിലായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരിയർ വൈസും നമുക്ക് വളരെ ഏറെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് കരിയർ വൈസ് നല്ല ഹയർ ആയിട്ടുള്ള നല്ല സാലറിയും കാര്യങ്ങളും നമുക്ക് കിട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇനി നമ്മൾ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വർഷത്തെ കോഴ്സാണ് OT with AT എന്ന് പറയുന്ന കോഴ്സ്. അതിൽ മെയിനായിട്ടും വരുന്നത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, പിന്നെ ക്ലിനിക്കൽ OT, ഫാർമക്കോളജി, അപ്ലൈഡ് OT, അങ്ങനെ OTന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകളാണ് വരുന്നത്. +2 സയൻസ് എടുത്ത ശേഷം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്, ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ഒരു കോഴ്സാണ് OT with AT. ഇനിയിപ്പം നമുക്ക് ക്ലിനിക്കൽ സൈഡ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹയർ സ്റ്റഡീസായി PG നമുക്ക് ഫാർമക്കോളജിയോ അനാറ്റമിയോ അല്ലെങ്കിൽ MHAയോ MBAയോ ചെയ്ത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും വർക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം OT മാനേജർ പോസ്റ്റിലേക്ക് നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് OTയിലുണ്ടെങ്കിൽ നമുക്ക് OT മാനേജർ പോസ്റ്റിലേക്കോ OT ഇൻചാർജ് പോസ്റ്റിലേക്ക് ഹൈ സാലറിയോടെ നമുക്ക് നല്ലൊരു ഡെസിഗ്നേഷൻ കിട്ടാനുമുള്ള നല്ലൊരു ചാൻസ് ഉള്ളൊരു ജോബാണ് OT with AT എന്ന് പറയുന്ന കോഴ്സ്. താങ്ക് യു.